UDF ആണ് ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനമെടുത്തത് അല്ലേ? ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് മണൽ ഖനനം ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് UDF ആണ്. അതെ. വേറെ ഒരു സർക്കാരും അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? UDF നയപരമായി കർത്തയ്ക്ക് അനുകൂലമായ തീരുമാനമെടുത്തു, LDF നയപരമായി കർത്തയ്ക്കെതിരായിട്ടുള്ള തീരുമാനമെടുത്തു. 2000 ഇപ്പം ഉണ്ണി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് പറഞ്ഞു, ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഉത്തരവ് പറഞ്ഞു. സിംഗിൾ ബെഞ്ച് കഴിഞ്ഞതിന് ശേഷം ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോയി, ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലിന് ശേഷം സുപ്രീം കോടതിയിൽ വളരെ സുഗമമായി നടന്ന കാര്യമല്ല. അതുകൊട്ടെ, അത് ഞാൻ കൺസീഡ് ചെയ്യാം, അത് ഞാൻ വിട്ടുകളയാം. അല്ല, അത് സത്യമല്ലേ? അങ്ങനെയല്ലേ പോയത്? അല്ല എന്ന് വെച്ചാൽ വളരെ സുഗമമായി പോയതല്ല. അത് ആ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്കും, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വലിയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്കും പോയതാണ്. 2016 ഒരു കാര്യം ശരിയാ, ചോദ്യം പറയാം. 2004 ഈ പറയുന്ന 4 പാട്ടം കരാറ് കൊടുത്തു എന്ന് പറഞ്ഞത് ശരിയാണ്. അത് UDF ഗവൺമെൻറ് കൊടുത്തു എന്ന് പറയുന്നതും ശരിയാണ്, എനിക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചെയ്ത ഒരു ഗവൺമെൻറ് ആരാണ് ആ തെറ്റ് തിരുത്തിയത്? അത് ആ ഗവൺമെന്റ് തന്നെയാണ് തെറ്റ് തിരുത്തിയത്. അതെങ്ങനെയാണ്? 10 ദിവസത്തിനുള്ളിൽ അത് നിർത്തി. എന്തുകൊണ്ട് നിർത്തി? രാഷ്ട്രീയ നിലപാടല്ല, നടന്ന കാര്യമാവോ? അതെങ്ങനെയാണ്? ആ കാലഘട്ടത്തിലെ UDFിനെതിരായ പ്രക്ഷോഭം ഉയർന്നു വരികയാണ്. ആ തെറ്റിദ്ധാരണയും വേണ്ട. ഞാൻ എന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. 2004 UDF സർക്കാർ ചോദ്യം ചോദിച്ചോളൂ. അതിനകത്തൊരു പ്രശ്നം അതല്ല, അതിന്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള കാര്യമാണ്. അതായത് നമ്മളെല്ലാം കൂടി മറുപടി പറയാൻ എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഒരിക്കലും UDF എടുത്ത ആ തീരുമാനം നയപരമായി ശരിയായിരുന്നു എന്ന് പറയുന്നില്ല. അവിടെ ഉണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലേ? നിങ്ങൾ ഈ UDF എടുത്ത ആ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഉണ്ണി അങ്ങ് സംസാരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു വെക്കണ്ട. കാരണം 2004 എടുത്ത തീരുമാനത്തിനെതിരാണ് ഞാൻ. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് കേരളത്തില് ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകുകയും 10 ദിവസത്തിന് ശേഷം നിർത്തിവെക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് 10 ദിവസം കൊണ്ട് ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു, ആ ഗവൺമെന്റിന് തന്നെ തിരിച്ചറിവ് വരുന്നു, അങ്ങനെ ആ പറയുന്ന തീരുമാനം റദ്ദു ചെയ്യുന്നു എന്നുള്ളതാണ് ഉണ്ണിയുടെ വാദം. അംഗീകരിച്ചു. കേൾക്കുന്നവര് അതെന്താണെന്ന് മനസ്സിലായിക്കൊള്ളട്ടെ. പോട്ടെന്ന് വിട്ടുകളഞ്ഞു. ഞാൻ അതിനെ കുറിച്ച് പറയാതിരിക്കുന്നു, മറുപടി പറയുന്ന ഒരു നാൾ വഴിയുണ്ട്. സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ച്, സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ ലോ ഓഫ് ദ ലാൻഡ്. സുപ്രീം കോടതിയുടെ വിധി വരുമ്പോ ഈ പറയുന്ന നയപരമായ തീരുമാനമെടുത്ത UDF സർക്കാർ, നയപരമായി ഇത് വേണ്ട എന്ന് തീരുമാനിച്ച LDF സർക്കാർ, ആദ്യം അത് VS അച്യുതാനന്ദൻ സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ് 2016 വരുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിന് സുപ്രീം കോടതി വിധി അങ്ങ് നടപ്പാക്കിയാ പോരെ? കാരണം നടപ്പാക്കാൻ ബാധ്യസ്ഥനാണല്ലോ. അപ്പോൾ 2016 അങ്ങനെ സുപ്രീം കോടതിയുടെ തീരുമാനം, അതായത് ഈ അനുകൂലമായിട്ടുള്ള തീരുമാനം അതങ്ങ് നടപ്പാക്കിയാ പോരെ? ഈ പറയുന്നതാണ് ശരിയെങ്കിൽ എന്തേ നടപ്പാക്കാതെ? അതിനകത്ത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് കൂടിയുണ്ട്. നിങ്ങൾക്ക് അതായത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ നയം? പൊതുമേഖലയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൊതുമേഖലയിൽ മാത്രമേ ഖനനം അനുവദിക്കൂ എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് LDF സർക്കാർ. VS അച്യുതാനന്ദൻ സർക്കാർ അതിൻ്റെ വ്യവസായ നയത്തിൽ അങ്ങനെയാണ് 6 മുതൽ 11 വരെ പോകുന്നത്. അതിനുശേഷം വന്നിട്ട് എന്നാൽ പിന്നെ സുപ്രീം കോടതി വിധി ഇതാണ്, ഇതങ്ങ് നടപ്പാക്കി കളയും. ഈ ജനകീയ പ്രക്ഷോഭം അതിശക്തമായി 1. 2, അതുകൂടാതെ ഈ പറയുന്ന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും ലോ ഡിപ്പാർട്ട്മെന്റും എന്തുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഞാനിനി അങ്ങോട്ട് പറയാം ഒറ്റ വാചകത്തിൽ. അതായത് ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഭൂമി വേണമെങ്കിൽ സർക്കാരിനെ ഏറ്റെടുക്കാൻ, ഉണ്ണി ബാലകൃഷ്ണന്റെയോ MV നികേഷ് കുമാറിന്റെയോ ആണ് ആ ഭൂമി എങ്കിൽ തന്നെയും ആ ഭൂമിയിലെ ധാതു ഖനനം എന്ന് പറയുന്നത് സർക്കാരിന്റെയാണ്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് സർക്കാരിന്റെ മാത്രം മുതലായതുകൊണ്ട് തന്നെ ആ പറയുന്ന ഭൂമി ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അതെങ്ങനെയാണ് ഞാൻ പറയട്ടെ. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടിക്കകത്ത് ഞാനിപ്പോ ഒരു കിണർ കുഴിക്കുമ്പോൾ എനിക്കൊരു നിധി കിട്ടുന്നു. ഇത് തന്നെയാണ് കാര്യം. നിധി കിട്ടിക്കഴിഞ്ഞാൽ അതെന്റേതാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ. ഞാൻ ആ നിധി നേരെ സർക്കാരിന് കൊടുക്കണമല്ലോ. ഇതുപോലെ ധാതു സമ്പത്ത് വളരെ ശക്തമായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ ഏറ്റവും ഒറ്റ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തു സാറേ, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. കഥ പറയില്ല.
2023 ഡിസംബറിൽ പിന്നെ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ 2023 ഡിസംബറിൽ സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ടല്ലോ. ആ ഓർഡറിനകത്ത് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എബോവ് മെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രേഖ അങ്ങോട്ട് അയച്ചു തരാം. സുപ്രീം കോടതിയുടെ ഓർഡറുകൾ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 2019 ഈ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണെന്നറിയോ 2023. ഞാൻ ഈ 2016 ഇത് നടപ്പാക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം. ശരി, 2019 ഇത് തിരിച്ചും ചെയ്യാമായിരുന്നല്ലോ. 2019 ഇത് ക്ലോസ് ചെയ്തൂടെ? കേന്ദ്ര നിയമമല്ലേ വന്നിരിക്കുന്നത്. ഇനി ഒന്ന് കേക്ക്. അതായത് നമുക്ക് ആ മണ്ണിൽ മണ്ണപ്പൻ ചുട്ട് കളിക്കാം, അതിനപ്പുറത്തേക്ക് നമുക്ക് ധാതു മണൽ എടുക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി നമ്മുടെ നിയമവ്യവസ്ഥയിൽ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് റീനോട്ടിഫൈ ചെയ്തുകൂടാ എന്നുള്ള ചോദ്യത്തിൽ സ്വാഭാവികമായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിലും മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് ഒട്ടും പ്രസക്തമല്ല. കാരണം അവിടുത്തെ കരിമണൽ ഈ ഭൂമി നോട്ടിഫൈ ചെയ്തെടുത്താലും ഇല്ലെങ്കിലും ആ ഭൂമിയിലെ കരിമണൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വത്താണ്. NOC ആണ് ഉണ്ണി. അതെ, അത് ഈ പറയുന്ന മണ്ണ് ഖനനം ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ എടുക്കാനുള്ള NOC ആണ് 2004 നൽകിയിട്ടുള്ളത്. ഈ ഭൂമി ആരുടേതായാലും ശശിധരൻ കർത്തയുടേതാണെങ്കിൽ തന്നെയും ശശിധരൻ കർത്തയ്ക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഖനനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2016 പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ നേരത്തെ 2004 നൽകിയിട്ടുള്ള NOC തിരികെ നൽകണമായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അത് സുപ്രീം കോടതി ഉത്തരവാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ 2 നയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് 2004 UDF സർക്കാർ എടുത്ത നയം, പിന്നീട് 2006-2011 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ എടുത്ത സമീപനം, പിന്നീട് അതിനിൽ അഡീഷണൽ ആയിട്ട് പിണറായി വിജയൻ എടുത്തിട്ടുള്ള സമീപനം. ഇതാണ് നമ്മുടെ സ്മൃതി. Meet the editors.